മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഇരിങ്ങാലക്കുട നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി ദീപക്, ആലുവ മാമ്പ്ര സ്വദേശി പള്ളത്ത് വീട്ടിൽ താരിസ്, മാമ്പ്ര സ്വദേശി ചീനിവിള വീട്ടിൽ ആഷ്ലിൻ എന്നിവരുടെ സ്വത്തുക്കളാണ് NDPS ഉത്തരവ് പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയത്. പ്രതികളുടെ വാഹനങ്ങളും ബാങ്ക് അക്കൌണ്ടുകളും ഉൾപ്പെടെ 24 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2025 മെയ് മാസം കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 180 ഗ്രാം MDMA പിടിച്ചെടുത്ത കേസിലെ പ്രതിയാണ് ദീപക്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 125 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളാണ് താരിസും ആഷ്ലിനും. പ്രതികളുടെ ലോറി, കാർ, സ്കൂട്ടർ എന്നിവയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. ദീപക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാഷിഷ് ഓയിലുമായി അറസ്റ്റിലായ കേസിൽ പ്രതിയാണ്. താരിസ് ആലുവയിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ചാലക്കുടി മേൽപ്പാലത്തിൽ നിന്നും കുഴൽപ്പണക്കടത്ത് സംഘമെന്ന് തെറ്റിദ്ധരിച്ച് കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസുൾപ്പെടെ 16ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കാർ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ കൂട്ടുപ്രതിയാണ് ആഷ്ലിൻ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ DCB, DYSP ഉല്ലാസ് കുമാർ, പുതുക്കാട് SHO ആദം ഖാൻ, കൊടകര SHO PK ദാസ് എന്നിവരാണ് ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്.